നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തച്ഛൻ അച്ഛന്റെ വിവാഹത്തിന് ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നതിന് മുന്നേ അച്ഛനൊരു പാവം അനാഥയായ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവൾക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തു. മുത്തച്ഛൻ ചൂണ്ടിക്കാട്ടിയ പെണ്ണിനെ അച്ഛൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു ജീവിതം സ്വപ്നം കണ്ട ആ പാവം പെൺകുട്ടിയെ ചതിക്കുകയല്ലേ ചെയ്യുക. അവൾ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ആ പാപഫലം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ? അതല്ലേ ശരിക്കും ചതി? ഇതെന്ത് ദൈവനീതിയാന്ന് എനിക്കറിയില്ല. മുത്തച്ഛൻ എന്ത് തെറ്റ അധ്യക്ഷയുടെ കുടുംബത്തോട് ചെയ്ത് കടക്കണിയിൽപ്പെട്ട് കൂട്ടാത്മഹത്യയുടെ വക്കിലായിരുന്നു ആ കുടുംബം. അവർക്ക് കിട്ടിയ പിടിവള്ളിയായിരുന്നു ഈ മാറ്റ കല്യാണം. മുത്തച്ഛൻ കവിതപ്പച്ചിയുടെ ആലോചനയായിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അവരാണ് മാറ്റ കല്യാണം വേണമെന്ന് വാശി കാണിച്ചത്. അതിലൂടെ രക്ഷപ്പെടാമെന്നല്ലേ അവർ കരുതിയത്. മാണിക്യമംഗലത്ത് അരങ്ങേറിയ ദുരന്തങ്ങളുടെ കാരണം അവരുടെ പിടിപ്പുകേടാ. എന്നിട്ടത് പാപമായി വ്യാഖ്യാനിക്കുന്നു. അതിന് ഇരയായി ഞാൻ ജീവിതം ഹോമിക്കേണ്ടതുണ്ടോ? നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. സഞ്ജനയുമായിട്ടുള്ള വിവാഹം പോയിട്ട് വിവാഹം നിശ്ചയം പോലും നടക്കാൻ പോകുന്നില്ല. ജീവിതവും മരണവും ഒന്നിച്ചെന്ന് ശബ്ദമെടുത്ത് സ്നേഹിച്ചവരാ ഞങ്ങള് പിരിയില്ല. ഇന്ന് രാത്രി ഞാൻ സ്വാധീനം കൂട്ടി എവിടേക്കെങ്കിലും പോകും. ചികിത്സയൊക്കെ പിന്നെ മതി. ആദ്യം വേണ്ടത് അവളുടെ കഴുത്തില് സഞ്ജു കെട്ടിയ താലിയ. സ്വാധീനം ഇനി സഞ്ജുവിന്റെ ഭാര്യയായിട്ട് എല്ലാവരും കണ്ടാൽ മതി. നീ ശ്രീകുട്ടിയും കൂട്ടി അവിടെ നിന്ന് പോയിക്കോ. എന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവളുടെ കഴുത്തിൽ താലികെട്ട്. എന്നിട്ട് മൂസിന്റെ മണിയിൽ കൊണ്ടെത്തിച്ച് കൂടെ നിന്ന് നീ ചികിത്സിക്ക്. സഞ്ജനയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് മുമ്പ് നീ അത് ചെയ്തിരിക്കണം. ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങളെ, ഈ വിവരം അമ്മ അറിയരുത്. സഹായത്തിന് ഒരാൾ വേണം. കിച്ചനെ വിളിക്കാൻ മോനെ. എനിക്കാരും വേണ്ടെങ്കിലേ. അവൾ ആ ചികിത്സാ മുറിയിൽ തനിച്ചാണെന്ന് അറിവ്. അവളെ ഞാൻ രാത്രി ചെന്ന് ഈ കൈകളിൽ കോരിയെടുത്തോണ്ട് പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.